ഹലോ മൈ ഡിയേഴ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ നോക്കുന്നത് പത്മവിഭൂഷണുമായി ബന്ധപ്പെട്ട കാര്യം ആണ്. പത്മവിഭൂഷൺ 5 പേർക്കാണ് ഈ 2024 ലഭിച്ചിരിക്കുന്നത്. കല റിലേറ്റ് ചെയ്ത് 3 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. പത്മ സുബ്രഹ്മണ്യം, വൈജയന്തി മാല ബാലി, ചിരഞ്ജീവി എന്നിവർക്കാണ് കല എന്ന് പറയുന്ന വിഭാഗത്തിൽ പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. പത്മ സുബ്രഹ്മണ്യം, വൈജയന്തി മാല ബാലി, ചിരഞ്ജീവി. പത്മ സുബ്രഹ്മണ്യം, വൈജയന്തി മാല ബാലി, ചിരഞ്ജീവി എന്നിവർക്കാണ് കല എന്ന് പറയുന്ന കാറ്റഗറിയിൽ ലഭിച്ചത്. ഇനിയും ബിന്ദേശ്വർ പദക്കിനാണ് സാമൂഹിക സേവനത്തിന് ലഭിച്ചിരിക്കുന്നത്. പത്മവിഭൂഷൺ, ബിന്ദേശ്വർ പദക്ക്, സാമൂഹിക സേവനം. ഇനി പബ്ലിക് അഫേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് എം വെങ്കയ്യ നായിഡുവിന് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 2024 പത്മവിഭൂഷൺ 5 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. കലയിൽ പത്മ സുബ്രഹ്മണ്യം, വൈജയന്തി മാല ബാലി, ചിരഞ്ജീവി. സാമൂഹ്യ സേവനം ബിന്ദേശ്വർ പദക്ക്. പബ്ലിക് അഫേഴ്സ് എം വെങ്കയ്യ നായിഡു. പത്മഭൂഷൺ 17 പേർക്കാണ് ടോട്ടൽ ലഭിച്ചിരിക്കുന്നത്. 17 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ നമ്മൾ കേരളത്തിൽ നിന്നിട്ടുള്ള ആൾക്കാരുടെ മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. കേരളത്തിൽ നിന്ന് പത്മഭൂഷൺ നേടിയവർ 2 പേരാണ്. ഫാത്തിമ ബീവിയും ഒ രാജഗോപാലും ആണ്. 2 പേർക്കും പബ്ലിക് അഫേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആണ് കേരളത്തിൽ നിന്ന് പത്മഭൂഷൺ നേടിയത്. ഫാത്തിമ ബീവിയും ഒ രാജഗോപാലും. ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ ലഭിച്ചത്. പബ്ലിക് അഫേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഫാത്തിമ ബീവിക്ക്, ഒ രാജഗോപാലിനും പബ്ലിക് അഫേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അപ്പോൾ പത്മവിഭൂഷൺ 5 പേർക്കാണ്. കലയിൽ 3 പേർക്കും, സാമൂഹിക സേവനം ബിന്ദേശ്വർ പദക്ക്, പബ്ലിക് അഫേഴ്സ് എം വെങ്കയ്യ നായിഡു. പത്മഭൂഷൺ ടോട്ടലി 17 പേർക്ക് നേടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 2 പേർക്കാണ് പത്മഭൂഷൺ നേടിയത്. ഫാത്തിമ ബീവിയും ഒ രാജഗോപാലും. 2 പേരും പബ്ലിക് അഫേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ ലഭിച്ചത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. അടുത്തതായിട്ട് പത്മശ്രീ നേടിയ മലയാളികളുടെ എണ്ണം 6 പേരാണ്. പത്മശ്രീ നേടിയ മലയാളികളുടെ എണ്ണം 6. ടോട്ടൽ പത്മശ്രീ നേടിയത് 110 പേരാണ് പത്മശ്രീ നേടിയത്. അതിനകത്ത് മലയാളികളുടെ എണ്ണം 6 പേരാണ്. ഫസ്റ്റ് കാറ്റഗറി മറ്റുള്ളവ എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൃഷി എന്ന് പറയുന്ന വിഭാഗത്തിൽ സത്യനാരായണ ബലേരി, കാസർഗോഡുള്ള നെൽകർഷകനാണ് സത്യനാരായണ ബലേരി. സത്യനാരായണ ബലേരി കൃഷി മറ്റുള്ളവ എന്ന കാറ്റഗറിയിലാണ് പത്മശ്രീ നേടിയ മലയാളിയായിട്ട് സത്യനാരായണ ബലേരി, കാസർഗോഡിലെ നെൽകർഷകൻ. അപ്പം അദ്ദേഹം അവതരിപ്പിച്ച നെൽ അല്ലെങ്കിൽ അരിയാണ് രാജകായമേ എന്ന അരി. രാജകായമേ എന്ന അരി അവതരിപ്പിച്ചത് സത്യനാരായണ ബലേരി ആണ്. ഇനി അദ്ദേഹം 650-ലധികം പരമ്പരാഗതമായിട്ടുള്ള നെൽവിത്ത് സംരക്ഷിച്ചു എന്നിട്ടുള്ള കാര്യവും കൂടെ കണക്കിലെടുത്തിട്ടാണ് അദ്ദേഹത്തിന് പത്മശ്രീ നൽകിയത്. അപ്പം ഒന്നുകൂടെ പറയാം, പത്മശ്രീ നേടിയ മലയാളികളുടെ എണ്ണം 6 പേരാണ്. ടോട്ടൽ പത്മശ്രീ നേടിയത് 110 പേരാണ്. അതിനകത്ത് 6 പേരാണ് മലയാളികൾ വരുന്നത്. സത്യനാരായണ ബലേരി കാസർഗോഡ് നിന്നുള്ള നെൽകർഷകനാണ്. അദ്ദേഹം വികസിപ്പിച്ച അരിയുടെ ഇനം ആണ് രാജകായമേ എന്ന അരി അവതരിപ്പിച്ചത്. അദ്ദേഹം പരമ്പരാഗതമായിട്ട് നെൽവിത്തുകൾ 650-ലധികം സംരക്ഷിച്ചിട്ടുണ്ട്. ഇനി കല എന്ന് പറയുന്ന കാറ്റഗറിയിൽ 2 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് കണ്ണൂരിൽ നിന്നുള്ള തെയ്യം കലാകാരൻ EP നാരായണൻ. കണ്ണൂരിൽ നിന്നുള്ള തെയ്യം കലാകാരനാണ് EP നാരായണൻ. സദനം PV ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് കഥകളി കലാകാരൻ ആണ്. സദനം PV ബാലകൃഷ്ണൻ കഥകളി കലാകാരൻ. EP നാരായണൻ തെയ്യം കലാകാരൻ, കണ്ണൂർ. ഒന്നുകൂടെ പറയാം, 6 പേരിൽ ഒരാൾ കൃഷിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം കാസർഗോഡുള്ളതാണ്. സത്യനാരായണ ബലേരി കൃഷിയാണ്. ഇനി EP നാരായണനും സദനം PV ബാലകൃഷ്ണനും കല എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. സദനം PV ബാലകൃഷ്ണൻ കഥകളി കലാകാരനാണ്. സദനം PV ബാലകൃഷ്ണൻ കഥകളി കലാകാരൻ. EP നാരായണൻ തെയ്യം കലാകാരനാണ്, കണ്ണൂറുകാരനാണ്. തെയ്യം കലാകാരൻ, കണ്ണൂർ. EP നാരായണൻ. ഇനി സാഹിത്യം വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാറ്റഗറിയിൽ 3 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി.
മുനി നാരായണ പ്രസാദ്. മൂന്നാമത്തെ വ്യക്തിയാണ് പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്. സാഹിത്യം വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാറ്റഗറിയിൽ 3 പേർക്ക് ലഭിച്ചിരിക്കുന്നു. അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി, മുനി നാരായണ പ്രസാദ്, പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്. ഈ 3 പേരെയും സാഹിത്യം വിദ്യാഭ്യാസം എന്ന കാറ്റഗറിയിൽ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. കല എന്ന് പറയുന്ന കാറ്റഗറിയിൽ തെയ്യം കലാകാരനായിട്ടുള്ള EP നാരായണനെയും കഥകളി കലാകാരനായിട്ടുള്ള സദനം BV ബാലകൃഷ്ണനെയും ഓർത്തു വെച്ചേക്കണം. പത്മശ്രീ നേടിയ മലയാളികളുടെ എണ്ണം 6. കൃഷി സത്യനാരായണ ബലേരി, കല EP നാരായണൻ തെയ്യം, സദനം PV ബാലകൃഷ്ണൻ കഥകളി, സാഹിത്യം വിദ്യാഭ്യാസം അശ്വതി തിരുനാൾ, മുനി നാരായണ പ്രസാദ്, പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ പഠിച്ച് വെച്ചിരിക്കണം. പത്മഭൂഷണം വിഭൂഷണം പത്മശ്രീയുമായി ബന്ധപ്പെട്ട് മിനിമം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇനിയും ഒക്ടോബർ മാസത്തിൽ നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് 100 ഡേയ്സ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ 100 ഡേയ്സിൻ്റെ ടൈം ടേബിൾ വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസത്തെ ടൈം ടേബിൾ വാങ്ങിച്ചാലും നിങ്ങൾ വായിച്ച് തീർക്കാമെന്നിട്ടുണ്ടെങ്കിൽ 50 ഡേയ്സ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാമിൽ കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാനിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക.